ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കണ്ടീഷൻ ഏതാണ്? സിമെട്രിക് ഫിൽട്ടർ. സിമെട്രിക് ഫിൽറ്ററിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ. അത് മറന്നു പോരുത്. ഇനി അടുത്ത നമ്മൾ ഫിൽറ്റർ പറയുന്നത് ആന്റി സിമെട്രിക് ഫിൽറ്റർ. ആന്റി സിമെട്രിക് ഫിൽറ്റർ ആകുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ വരാൻ പോകുന്ന കണ്ടീഷൻ എച്ച് ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ. അതാണ് കണ്ടീഷൻ. അതായത് നമുക്കിവിടെ കിട്ടാൻ പോകുന്ന സിമെട്രിക് ഫിൽറ്ററിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എച്ച് ഓഫ് എൻ ഈക്വൽ ടു പ്ലസ് എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ ആണെങ്കിൽ ആന്റി സിമെട്രിക് ഫിൽറ്ററിന്റെ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ. ആൽഫയുടെ വാല്യൂ എന്ത് തന്നെയാണ്? എൻ മൈനസ് വൺ ബൈ ടു. ഇത് എങ്ങനെയാണ് കിട്ടിയെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ആന്റി സിമെട്രിക് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത നേരത്തെ കേസ്, അതായത് ലീനിയർ ഫേസ് FIR ഫിൽറ്റർ സിമെട്രിക്കിൽ നമ്മൾ എടുത്ത കേസ് എന്താണ്? തീറ്റ ഓഫ് ഒമേഗ ഈക്വൽ ടു, അതായത് ഫേസ് എന്ന് പറയുന്നത് ആൽഫ ഒമേഗയാണ്. അവിടെ നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്താണ് ഗ്രൂപ്പ് ഡിലേയും കോൺസ്റ്റന്റ് ഫേസ് ഡിലേയും കോൺസ്റ്റന്റ് ആണ്. അതായത് രണ്ട് ഡിലേ ഉണ്ട്, ഒന്ന് ഗ്രൂപ്പ് ഡിലേയും അടുത്തത് ഫേസ് ഡിലേയും. ഈ ഗ്രൂപ്പ് ഡിലേയും ഫേസ് ഡിലേയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നമ്മൾ വേറൊരു കേസ് കൺസിഡർ ചെയ്യാണ്. സപ്പോസ് if only the group delay is required, not the phase delay. എന്ന് പറഞ്ഞാൽ ഫേസ് ഡിലേ കോൺസ്റ്റന്റ് അല്ല. ഫേസ് ഡിലേ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമുക്ക് തീറ്റ ഓഫ് ഒമേഗനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് മൈനസ് ആൽഫ ഒമേഗ നമ്മൾ എന്ത് ചെയ്തു? ബീറ്റ മൈനസ് ആൽഫ ഒമേഗ എന്നാവും. അപ്പൊ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയ്ക്ക് നമ്മൾ എഴുതിയത് എന്താണ്? പ്ലസ് ഓർ മൈനസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു, നേരത്തെ ഡെറിവേഷനിൽ നോക്കി നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്? മൈനസ് ജെ ആൽഫ ഒമേഗ എന്നല്ലേ എഴുതിയേ? അതിന് പകരം ആന്റി സിമെട്രിക് ഫിൽറ്ററിന്റെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഇ റേസ് ടു ജെ ബീറ്റ മൈനസ് ആൽഫ ഒമേഗ. അതായത് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫേസ് ഡിലേ കോൺസ്റ്റന്റ് അല്ല, അത്ര നോൺ കോൺസ്റ്റന്റ് ഫേസ് ഡിലേ ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ അതേ രീതിയിൽ തന്നെ രണ്ട് ഇക്വേഷൻ എടുക്കുക. അപ്പൊ നമുക്ക് ഇതാണ് ഒരു ഇക്വേഷൻ. നേരത്തെ പോലെ തന്നെ എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? സിഗ്മ എൻ ഈക്വൽ ടു 0 n മൈനസ് 1 എച്ച് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ LHSഉം RHSഉം അവിടെ ഇ റേസ് ടു മൈനസ് ജെ ആൽഫ ഒമേഗയാണ് നമ്മൾ എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ എന്തെടുത്തു? ഇ റേസ് ടു ജെ ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ ഒമേഗ ചെയ്തു. എന്നിട്ട് സെയിം മെത്തേഡ് ചെയ്യാം. ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്നെ എങ്ങനെ എഴുതണം? കോസ് ഒമേഗ എൻ മൈനസ് ജെ സൈൻ ഒമേഗ. ഇവിടെ എന്ത് എഴുതണം? കോസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഒമേഗ പ്ലസ് ജെ സൈൻ ബീറ്റ മൈനസ് ആൽഫ ഒമേഗ. എന്നിട്ട് ഇവിടുത്തെ കോസ് ടേം ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യുക, സൈൻ ടേം ഒരുമിച്ച് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ റേസ് ടു ജെ ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് വാല്യൂ വരും. നേരത്തെ എല്ലാം മൈനസ് ആയിരുന്നു, പക്ഷെ ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് സിഗ്മ എൻ ഈക്വൽ ടു 0 n മൈനസ് 1 എച്ച് ഓഫ് എൻ കോസ് ഒമേഗ എൻ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കോസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഒമേഗ എന്ന് വരും. അടുത്തെടുക്കുമ്പോഴോ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, കാരണം ഇവിടെ മൈനസ് ഇല്ല. നോക്കിയേ, ഇവിടെ പ്ലസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. സോ എന്താവും? മൈനസ് ഓഫ് സിഗ്മ എൻ ഈക്വൽ ടു 0 n മൈനസ് 1 എച്ച് ഓഫ് എൻ സൈൻ ഒമേഗ എൻ ഈക്വൽ ടു, അതാണ് ഇക്വേറ്റിംഗ് ദ റിയൽ ടേംസ് ആൻഡ് ഇമാജിനറി ടേംസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ആ മൈനസ് ഇവിടെ വന്നു. ഇവിടെ എന്താണ്? പ്ലസ് ആണ്. പ്ലസ് ഓർ മൈനസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ എൻ സൈൻ ബീറ്റ മൈനസ് ആൽഫ ഒമേഗ. ഇവിടെ ഒരു ചേഞ്ച് വരുന്നത്, നേരത്തെ നമുക്ക് രണ്ടും മൈനസ് ജെ ആയിരുന്നു, ഇവിടെ പ്ലസ് ആണ്. അപ്പം ഇവിടെ ഒരു മൈനസ് ടേം വരും. ഇനി നേരത്തെ പോലെ തന്നെ ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ചെയ്യാം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് മാറുന്നില്ല. അപ്പൊ മൈനസ് ഓഫ് സിഗ്മ എൻ ഈക്വൽ ടു 0 n മൈനസ് 1 എച്ച് ഓഫ് എൻ സൈൻ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ സിഗ്മ എൻ ഈക്വൽ ടു 0 n മൈനസ് 1 എച്ച് ഓഫ് എൻ കോസ് ഒമേഗ എൻ ഈക്വൽ ടു സൈൻ ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഒമേഗ ഡിവൈഡഡ് ബൈ കോസ് ഓഫ് ബീറ്റ മൈനസ് ആൽഫ ഒമേഗ എന്ന് വരും. ഇനി ഇത് ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് കംസ് ഓഫ് ദ ഫോം സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമിൽ വരും. അതാണ് സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമിലാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബീറ്റയ്ക്ക് π/2 കൊടുക്കും. ബീറ്റയ്ക്ക് π/2 കൊടുക്കുമ്പോൾ നമുക്കറിയാം സൈൻ π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ. സോ ദിസ് കംസ് ഓഫ് ദ ഫോം സൈൻ π/2 മൈനസ് തീറ്റ ഫോമിൽ വരും. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതുമ്പോൾ എന്താ? തീറ്റയുടെ ഫോമിൽ ഇതല്ലേ? കോസ് ഓഫ് ആൽഫ മൈനസ് എൻ ഇൻറ്റു ഒമേഗ ഈക്വൽ ടു 0. ഇതിന്റെ സൊല്യൂഷൻ ഇതാണ്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ, ഇതിന്റെ സൊല്യൂഷനിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആന്റി സിമെട്രിക് ഫിൽറ്റർ. സോ ദ സൊല്യൂഷൻ ഫോർ ദിസ് ഇസ് ഒബ്റ്റെയിൻഡ് വെൻ ആൽഫ ഈക്വൽ ടു n മൈനസ് 1/2 ആൻഡ് എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? എച്ച് ഓഫ് എൻ എന്താണോ അതിന്റെ നെഗറ്റീവ് ആയിരിക്കും എന്തിൽ വരുന്നത്? എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ആന്റി സിമെട്രിക് ഫിൽറ്റർ. ആന്റി സിമെട്രിക് ഫിൽറ്ററിന്റെ ഇക്വേഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു
മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ. സിമെട്രിക് ആണെങ്കിൽ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു ഇവിടെ മൈനസിന് വരെ എന്താവും? പ്ലസ് ആവും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചത്. സോ ആന്റി സിമെട്രിക് ഫിൽറ്ററിൽ ഓർത്തിരിക്കേണ്ട കാര്യം, ഗ്രൂപ്പ് ഡിലേ കോൺസ്റ്റന്റ് ആണ്, പക്ഷേ ഫേസ് ഡിലേ കോൺസ്റ്റന്റ് അല്ല. സിമെട്രിക് ഫിൽറ്ററിലാണെങ്കിൽ ഗ്രൂപ്പ് ഡിലേയും ഫേസ് ഡിലേയും കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഇസ് ദ ഡിഫറൻസ്. ഒരു ഡിഫറൻസ് ഇക്വേഷൻ. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിലേയും ഫേസ് ഡിലേയും കോൺസ്റ്റന്റ് ആണ് സിമെട്രിക് ഫിൽറ്റർ. ആന്റി സിമെട്രിക് ഫിൽറ്ററിലാണെങ്കിൽ ഗ്രൂപ്പ് ഡിലേ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഫേസ് ഡിലേ കോൺസ്റ്റന്റ് അല്ല. അപ്പൊ ആന്റി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ഇവിടെ ഇതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ. ഇപ്പൊ ഇവിടെ എന്ത് കാണും? എന്നിന് ഓടും കാണും, എന്നിന് ഈവനും കാണും. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഇക്വേഷൻ n ഈക്വൽ ടു 7. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു, ഇതാണ് കണ്ടീഷൻ, എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ. ഇതാണ് നമ്മുടെ എന്തിന്റെ കണ്ടീഷൻ? ആന്റി സിമെട്രിക്. ഈ പടം ആന്റി സിമെട്രിക്കിന്റെ പടമാണോ എന്ന് എങ്ങനെയാ ഞാൻ പറയാം. ഇപ്പൊ സപ്പോസ് നമുക്ക് ആദ്യം എച്ച് ഓഫ് എന്നിന് വാല്യൂ കൊടുക്കാം. വേർ എൻ ക്യാൻ വേരി ഫ്രം 0 to n minus 1. ആദ്യത്തെ വാല്യൂ എച്ച് ഓഫ് 0 കൊടുത്തു. എച്ച് ഓഫ് 0 കൊടുക്കുമ്പോൾ എന്തുവരും? എന്നിന്റെ വാല്യൂ എന്താണ്? ഹിയർ എന്നിന്റെ വാല്യൂ 0. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഈ കണ്ടീഷൻ അനുസരിച്ച് മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് വൺ. എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? എന്നിന്റെ വാല്യൂ എത്രയും കൊടുത്താണ്? 7. 7 മൈനസ് 1 മൈനസ് 0. അപ്പൊ എനിക്ക് എന്തുവരും? എച്ച് മൈനസ് ഈക്വൽ ടു മൈനസ് ഓഫ് എന്തുവരും? എച്ച് ഓഫ് 6. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ ഈ പടത്തിനകത്ത് അങ്ങനെയാണ് വന്നേക്കണേ. നോക്കി, ഇവിടെ എൻ്റെ എച്ച് ഓഫ് വാല്യൂ 0 ആണ്, 0 ആയിട്ടാണ് എടുത്തേക്കണേ. അപ്പൊ ആ വാല്യൂ തന്നെയാണ് 6ലും വന്നേക്കണേ. അപ്പൊ 6ന് 0 0 വ്യത്യാസമില്ല. ഇനി ഇവിടെ നോക്കിക്കും, അടുത്ത കേസ് എടുക്കാം. സപ്പോസ് n ഈക്വൽ ടു 1. എന്നിന് ഞാൻ എന്ത് കൊടുക്കുന്നു? 1 ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 1 കൊടുക്കുമ്പോൾ എന്തുവരും? ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് ഓഫ് എച്ച് ഓഫ് 7 മൈനസ് 1 മൈനസ് 1 അല്ലേ? അപ്പൊ എത്ര ഒരു ആൻസർ? 7 മൈനസ് 1 എന്ന് പറയുമ്പോൾ 6 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്തൊരു 5. സോ എച്ച് ഓഫ് 1 ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് 5. അതല്ലേ ഇവിടെ കാണിക്കുന്നത്? നോക്കിക്കേ, ഈ പടത്തിനകത്തൊന്നും നോക്കിക്കേ എങ്ങനെയാ വന്നേക്കണേന്ന്. എച്ച് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എനിക്കിത് ഇത്രയേ ഉള്ളൂ. എൻ്റെ എച്ച് ഓഫ് 5 എന്ന് പറഞ്ഞാൽ എൻ്റെ നേരെ തിരിച്ചല്ലേ. ഇവിടെ വാല്യൂ എന്താണ്? പോസിറ്റീവ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താണ്? നെഗറ്റീവ്. കണ്ടോ? അപ്പൊ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലേ? ഇനി അടുത്തൊരു കേസ് എടുക്കാം. സേ n ഈക്വൽ ടു 2. അപ്പൊ ഞാൻ എടുക്കുകയാണ് എച്ച് ഓഫ് 2. എച്ച് ഓഫ് 2 എടുക്കുമ്പോൾ എൻ്റെ കണ്ടീഷൻ അനുസരിച്ച് എന്ത് വരണം? ആന്റി സിമെട്രിക് ആണെങ്കിൽ മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 7 മൈനസ് 1 മൈനസ് 2. അങ്ങനെയല്ലേ വരണ്ടേ? അപ്പൊ എങ്ങനെയാവും? 7 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6, 6 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 4 വരും. സോ ദാറ്റ് ബിക്കംസ് മൈനസ് ഓഫ് എച്ച് ഓഫ് 4. മൈനസ് ഓഫ് എച്ച് ഓഫ് 4. നോക്കിയേ, എച്ച് ഓഫ് 2ന്റെ വാല്യൂ എൻ്റെ ഇങ്ങനെ പോസിറ്റീവ് വാല്യൂ വരണം. അതിന്റെ നേരെ തിരിച്ചല്ലേ ഇവിടെ വന്നേക്കണേ? കണ്ടോ? നെഗറ്റീവ് അല്ലേ വന്നേക്കണേ? സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ കണ്ടീഷൻ ഓഫ്, ഇത് എന്തിന്റെ പടമാണ്? ആന്റി സിമെട്രിക് ഫിൽറ്ററിന്റെ പടമാണ് വിത്ത് ആക്സിസ് ഓഫ് സിമെട്രി. ശരിയാണ്. n മൈനസ് 1/2 എന്ന് പറയുമ്പോൾ എന്താ? 7 മൈനസ് 1/2 ഈക്വൽ ടു 3. കാണും, ഇതാണ് ആക്സിസ് ഓഫ് സിമെട്രി. ഈ ആക്സിസ് ഓഫ് സിമെട്രിക്ക് ഇപ്പുറത്തോട്ട് എന്താണ്? ഇതിന്റെ നേരെ നെഗറ്റീവ് അല്ലേ വന്നേക്കണം. ദിസ് ഇസ് ദ കേസ് ഓഫ് n ഈക്വൽ ടു ഓഡ്. ഇത് തന്നെ നമുക്ക് എന്തെടുക്കാം? n ഈക്വൽ ടു ഈവൻ. n ഈക്വൽ ടു ഈവൻ ആകുമ്പോൾ വ്യത്യാസം എന്താണ്? ഇവിടെ ആൽഫ ഈക്വൽ ടു n മൈനസ് 1/2 ആണ്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന കേസ് n ഈക്വൽ ടു 6. കാരണം എന്താണ്? 1 2 3 4 5 6. അന്നേരം എന്റെ വാല്യൂ എത്രയാണ്? 2.5. അപ്പൊ ഇതാണ് എന്റെ ആക്സിസ് ഓഫ് സിമെട്രി. അപ്പൊ നോക്കിയേ, ഇപ്പുറത്തോട്ട് ഇതിന്റെ നേരെ തിരിച്ചല്ലേ വന്നേക്കണം. ഒന്ന് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ്. സോ ദിസ് ഇസ് ദ ഡയഗ്രാം ഓഫ് ആന്റി സിമെട്രിക് ഫിൽറ്റർ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ പഠിച്ച എന്താണ്? ആന്റി സിമെട്രിക് ഫിൽറ്റർ. ആന്റി സിമെട്രിക് ഫിൽറ്ററിന്റെ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് എൻ വിത്ത് ആക്സിസ് ഓഫ് സിമെട്രി ആൽഫ ഈക്വൽ ടു n മൈനസ് 1/2. അതായത് എന്നിന് ഏത് വാല്യൂലാണ് ആക്സിസ് ഓഫ് സിമെട്രി വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ആ കേസിൽ എന്നിന് ഓടും ഉണ്ട്, എന്നിന് ഈവനും ഉണ്ട്. അതായത് ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ നേരെ റിവേഴ്സൽ ആയിട്ടായിരിക്കും ആന്റി സിമെട്രിക് ഫിൽറ്റർ വരുന്നത്. ഇനി അത് കൂടാതെ വേറൊരു കേസ് കൂടെ ഉണ്ട്. ഇവിടെ നമ്മൾ എടുത്തത് ആൽഫയുടെ വാല്യൂ എത്രയാണ്? n മൈനസ് 1/2. സപ്പോസ് നമ്മൾ എടുക്കുകയാണ് ആക്സിസ് ഓഫ് സിമെട്രി ആൽഫ ഈക്വൽ ടു 0. ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് രണ്ട് എഫക്റ്റ് വരാം. സിമെട്രിക്കും ഉണ്ട്, ആന്റി സിമെട്രിക്കും ഉണ്ട്. അതിന്റെ ഒരു കേസാണ് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? വെൻ ആൽഫ ഈക്വൽ ടു 0, ആൽഫയുടെ ഇക്വേഷൻ എന്താണ്? n മൈനസ് 1/2. അതിന് മാറ്റമില്ല. ആൽഫയ്ക്ക് 0 കൊടുക്കുമ്പോൾ എന്തുവരും? n മൈനസ് 1/2 എന്ന് പറയുന്നത് എന്താ? 0. ദാറ്റ് മീൻസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.
നമുക്കറിയാം സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ ആണ്. ഇവിടെ നമ്മൾ എൻ മൈനസ് വണ്ണിന്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയത്? 0. അപ്പൊ 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 0 മൈനസ് എൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എന്നിന്റെ നെഗറ്റീവ് വാല്യൂസിലും എച്ച് ഓഫ് എൻ എന്താണ്? ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. ഇനി ആന്റിസിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് എൻ മൈനസ് വൺ മൈനസ് എൻ. അപ്പൊ ഇവിടെ എൻ മൈനസ് വണ്ണിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് ഓഫ് മൈനസ് എൻ. ഇതാണ് രണ്ട് കേസും ഉണ്ട്. സിമെട്രിക്കും ഉണ്ട്. സിമെട്രിക്കിന്റെ ഇക്വേഷൻ നമുക്ക് ഇതാണെന്നറിയാം, ആന്റി സിമെട്രിക്കിന്റെ കേസും ഇതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ആൽഫ ഈക്വൽ ടു 0 ആണ്. അതായത് ആൽഫയുടെ വാല്യൂ 0 ആണ്. ആൽഫയുടെ ഇക്വേഷൻ എന്താണ്? എൻ മൈനസ് 1/2 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് വാല്യൂ എന്ത് കിട്ടി? എൻ മൈനസ് 1. അപ്പം വെൻ ആൽഫ ഈക്വൽ ടു 0 സിമെട്രിക് ഫിൽറ്ററിന്റെ ഇക്വേഷൻ എന്തായി മാറി? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എന്നും. ആൻഡ് വെൻ ആൽഫ ഈക്വൽ ടു 0 ആന്റി സിമെട്രിക്കിന്റെ ഇക്വേഷൻ എന്തായി? എച്ച് ഓഫ് എൻ ഈക്വൽ ടു മൈനസ് എച്ച് ഓഫ് മൈനസ് എൻ. അതിന്റെ ഒരു പടമാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുകയാണ്, ഇവിടെ എൻ ഈക്വൽ ടു ഓടുള്ള ഒരു കേസ് എടുത്തു. ഇതെന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടെ ആൽഫ, അതായത് ആൽഫ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സിമെട്രിക് കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു 0 ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എന്നിന് പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. നോക്കി, ഈ പടത്തിന്റെ പ്രത്യേകത എന്താണ്? എനിക്ക് കിട്ടിയ കണ്ടീഷൻ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു എച്ച് ഓഫ് മൈനസ് എൻ. നോക്കി, എച്ച് ഓഫ് വണ്ണിന്റെ വാല്യൂ തന്നെയല്ലേ എച്ച് ഓഫ് മൈനസ് വണ്ണിൽ വന്നേക്കണേ. അടുത്ത എന്താ? എന്നിന് 2 കൊടുത്തു. അപ്പൊ എച്ച് ഓഫ് 2 ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എച്ച് ഓഫ് മൈനസ് 2 കിട്ടി. എച്ച് ഓഫ് 3യുടെ വാല്യൂ 0 ആണ്. സോ ദാറ്റ് ബിക്കംസ് എന്താണ്? എച്ച് ഓഫ് മൈനസ് 3. സോ ദാറ്റ് ദിസ് ഇസ് ദ ഡയഗ്രാം ഓഫ് സിമെട്രിക് ഫിൽറ്റർ തന്നെയാണ്. ഇതൊരു സിമെട്രിക് ഫിൽറ്റർ ആണ്. പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസം എന്താണ്? ആക്സിസ് ഓഫ് സിമെട്രിയിലെ ആൽഫയുടെ വാല്യൂ എന്താണ്? 0. മറ്റേത് ആൽഫയുടെ വാല്യൂ എന്താണ്? എൻ മൈനസ് 1/2. അതായത് സിമെട്രിക് ഫിൽറ്ററിന്റെ തന്നെ വേറൊരു കണ്ടീഷൻ ആണ് വിത്ത് ആൽഫയുടെ വാല്യൂ 0. സിമെട്രിക് വാല്യൂ 0 ആവുമ്പോൾ നമുക്ക് എന്നിന് പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ഒന്നും എന്നിന്റെ പോസിറ്റീവ് വാല്യൂ തന്നെയായിരിക്കും എന്നിന്റെ നെഗറ്റീവിലും വരുന്നത്. ഇനി ആന്റി സിമെട്രിക് ആകുമ്പോൾ ഇതേ പടം തന്നെ, പക്ഷേ ഇവിടെ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നതിന്റെ നേരെ റിവേഴ്സിലായിരിക്കും ഇവിടെ വരുന്നത്. അതായത് എച്ച് ഓഫ് എൻ ഈക്വൽ ടു എന്താ കണ്ടീഷൻ? മൈനസ് ഓഫ് എച്ച് ഓഫ് മൈനസ് എൻ. നോക്കിയേ, എച്ച് ഓഫ് 1 നെഗറ്റീവ് ആണെങ്കിൽ എച്ച് ഓഫ് മൈനസ് 1 എന്തായിരിക്കും? പോസിറ്റീവ്. എച്ച് ഓഫ് 2 നെഗറ്റീവ് ആണെങ്കിൽ എച്ച് ഓഫ് മൈനസ് 2 എന്ന് പറയുന്നത് എന്താ? പോസിറ്റീവ്. ഒന്നിന്റെ നേരെ റിവേഴ്സൽ ആയിട്ട് വരും. പക്ഷെ ഇത് എന്താണ്? ആന്റി സിമെട്രിക് ആണ്. ആന്റി സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ നേരെ നെഗറ്റീവ് ആയിട്ടാണ് ആന്റി സിമെട്രിക്കിൽ വരുന്നത് വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് ഓഫ് സിമെട്രി. സിമെട്രി ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിസ് ഓഫ് സിമെട്രിക്ക് അപ്പുറത്തും ഇപ്പുറത്തും സെയിം ആയിട്ട് വരും. സോ ദീസ് ആർ ദ ഇതാണ് സിമെട്രിക് ഫിൽറ്ററും ആന്റി സിമെട്രിക് ഫിൽറ്ററും. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഈ രണ്ട് ഡെറിവേഷനും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. താങ്ക് യു.